ചെറുക്കാൻ ഞാൻ നിന്ന് കൊടുക്കാം. പത്തടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പറഞ്ഞാല് അവിടെ ഒരു പൈപ്പിന് കുടിവെള്ള പൈപ്പ് പൊട്ടിയ കൗൺസിലറിനെ കാണണമെന്ന് പറഞ്ഞ എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവണം. ഇവിടെ വാട്ടർ അതോറിറ്റി പരിഹരിക്കേണ്ട പ്രശ്നം അത് പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരസഭ അധികൃതരുടെ നേരെ പറയണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ്? പരിജ്ഞാനം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് നഗരസഭ ഭരിച്ച് നിങ്ങൾ പടവലങ്ക പോലെ മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട് നഗരസഭയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പൊടി പോലും ഇല്ല. ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചിട്ട് CPM-ന്റെ ആളുകള് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി പാലക്കാട് നഗരസഭയിൽ അപ്രസക്തമായി സപ്പോർട്ട് കിട്ടിയില്ലേ? സമയത്ത് പറഞ്ഞു CPM നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. കോൺഫിഡന്റോട് കൂടി അവര് ഏതൊക്കെ വാർഡുകൾ ജയിക്കും ഭരിക്കണം എന്നുണ്ടെങ്കിൽ 27 എണ്ണം വേണം. ഈ 27 വാർഡ് ഏതൊക്കെയാണെന്ന് ഇവർക്ക് ഇവിടെ പറയാനുള്ള ആംബിയർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയാൻ. 27 വാർഡിലെങ്കിലും ഇവര് അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെന്ന് പറയാൻ തയ്യാറാണ്. കുറച്ച് കാലമായിട്ട് നിങ്ങൾ 3ാം സ്ഥാനത്താണ്. ഇപ്പൊ പ്രശാന്ത് ചോദിക്കുന്നത് ജയിക്കണമല്ലോ, എവിടേക്ക് ജയിക്കുന്നവരെ ചോദിക്കാനുള്ള കോൺഫിഡൻസ് അവർക്ക് എങ്ങനെ കിട്ടണം? ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. ഏറ്റവും ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാരണം ഈ ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ കേരളത്തിനകത്തുണ്ടായ മാറ്റം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറയാ. അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പതരല്ലേ. ഇടതുപക്ഷം എന്നുള്ളതിന്റെ ഉത്തരം 2016 ഞങ്ങള് കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികക്കകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടാണ് 2021 ആവുമ്പോൾ 5 ലക്ഷം വീട് പൂർത്തീകരിക്കുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ 2016 പറയുന്നത്. 26 ആകാൻ നേരത്ത് 4.5 ലക്ഷമാണ് പണിതത് ഉള്ളൂ എന്ന് പറയുമ്പോൾ 2016 മാനിഫെസ്റ്റോ പോലും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ തെളിയുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത്, തട്ടിപ്പാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ്. എല്ലാം ശരിയാവുന്നുള്ള എല്ലാം എന്നതിന്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. പാലക്കാട് നഗരസഭ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള കരുത്ത് ഈ പാലക്കാട് നഗരസഭ പരിധിക്കകത്തുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പൊ ഞാനാണെങ്കിലും UDF-ന്റെ പ്രതിയാണെങ്കിലും അതിനകത്ത് വിരുദ്ധ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല ഇടപെടാതിരുന്നത്. അത് മിനിമം ജനാധിപത്യ മര്യാദയാണ്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. നേരത്തെ ശ്രീ ആർഷോ തന്നെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന്. 2 സ്വതന്ത്രരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത്. അപ്പോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈനാമ്പേശിയെ മരപ്പെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നാണക്കെടുത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ പ്രശ്നമാണോ? അല്ല, ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക പ്രശ്നമല്ല. എന്നിട്ടാണ് സ്വതന്ത്രം പാലക്കാട് മുനിസിപ്പാലിറ്റി ഇവരൊക്കെ എടുക്കാത്ത നോട്ടാണ്. ഇവരൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത നോട്ടാണ്. എന്റെ എല്ലാ മാനവും പോയി. ഈ മൂത്താന്തരയിലേക്ക് കാര്യം ആവർത്തിച്ച് പറയുന്നില്ല. എന്താ സംഭവം? മൂത്താന്തരം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുടിയൊന്ന് നീട്ടി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് മൂത്താന്തര ജയിക്കോ അതോ ഇത് ചെറുക്കാൻ വരുമോ എന്നുള്ളത് ഇവരെന്നെ തീരുമാനിക്കട്ടെ. ഇതിലും ഭേദം മരിക്കുന്ന. അല്ല, ആ വാക്ക് അൺപാർലമെന്ററി. ഒരു മിനിറ്റ്. ഇതിലേതാ അൺപാർലമെന്ററി? അൺപാർലമെന്ററി ഏതാണ്? ഇതിനേക്കാൾ അൺപാർലമെന്ററി ആയിട്ട് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾക്ക് എന്താ പറയാ പിൻവലിക്കാം. എനിക്ക് വിയോജിപ്പൊന്നുമില്ല. മൂത്താന്തരം ജയിക്കുകയാണെങ്കിൽ നല്ല ചെറുക്കാൻ ഞാൻ നിന്ന് കൊടുക്കാം. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. നല്ല ചെറുക്കാൻ മൂത്താന്തരം ജയിക്കുകയാണെങ്കിൽ മൂത്താന്തരം ജയിക്കട്ടെ. പാലക്കാട് നഗരസഭയിലെ 10 സീറ്റ് ഇവർ തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. അതൊരു വെല്ലുവിളിയാണ് ശ്രീ ആർഷോ. 10 സീറ്റ്. അതായത് നോക്ക് ശ്രീ ആർഷോ, അതെന്താ അങ്ങനെ ഒരു 53-ൽ 10 പോലും പിടിക്കില്ല എന്ന് അവർക്ക് തോന്നാൻ കാരണം എന്താ? അല്ല, എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് RSSകാരുടെ BJPക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച്
ലോകമേ കൺ തുറന്ന് കാണുക. അവരത് വിലയിരുത്തട്ടെ, അവരത് വിലയിരുത്തട്ടെ, അവരത് വിലയിരുത്തട്ടെ. ഇനി പറയട്ടെ. അല്ല, പ്രശാന്തേ, ആയിക്കോട്ടെ, പ്രശാന്തേ, ഞാൻ ഒരു പുണ്യാളച്ചൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പ്രശാന്തിന്റെ ബേജാറ്. ഓടോ, പ്രശാന്തേ, തന്റെ അവസരത്തിൽ സംസാരിക്കാൻ പറ്റില്ല. തന്റെ അവസരത്തിൽ സംസാരിക്കാൻ പറ്റില്ല. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഗുണ്ടായിസം, തന്റെ ഗുണ്ടായിസം ബിജെപി അഭിനയിച്ചാൽ ബിജെപി അഭിനയിച്ചാൽ തന്റെ ഗുണ്ടായിസം ബിജെപി അഭിനയിച്ചാൽ ബിജെപി അഭിനയിച്ചാൽ ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ വേണ്ടടാ വെറുതെ തല്ലുകൊള്ളണ്ട. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിക്കണ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? മിസ്റ്റർ ദശമൂലം, അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.